ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി? ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കാവലാളാണ്. നമ്മുടെ രാജ്യം കാക്കുന്ന സൈന്യത്തിന്റെ എത്ര ജാതിയുണ്ട്? സൈനികരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നീ ഏതാ ജാതി, നീ ഏതാ ജാതി? അയ്യോ മറ്റേ ജാതി കുറവാണല്ലോ. അതല്ല ഇപ്പൊ പറഞ്ഞത്, രാഹുലാണ് പറഞ്ഞത്. ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു, അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണം? ഇത്രമാത്രം അധപ്പതിച്ച ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടുനടക്കുന്നത്? ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ജാതി വ്യവസ്ഥിതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ആ ഒരു വളരെ കൂടിയ തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി, ജാതി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷൻ 2047 ഡോക്യുമെന്റ്, അതിനകത്ത് എന്താണോ ആ തീവ്രവാദ കൂട്ടം എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. തീവ്രവാദത്തെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ അങ്ങനെ പറയരുത്, അത് വിശ്വാസികൾക്ക് വേദനയാകും എന്ന് പറയുന്ന ഒരു നിലപാട്, അത് സത്യത്തിൽ എത്രമാത്രം ഡാമേജിങ് ആണ്, അത് വളരെ കുഴപ്പം പിടിച്ചൊരു നിലപാടാണെന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഡോക്യുമെന്റ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇവിടെ ഉള്ള ഭരണവർഗം അവര് ഈ പറയുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ജാതിപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതുപോലെ മുസ്ലിങ്ങൾക്കും എന്നും ശത്രുക്കളാണ് എന്ന് നമ്മൾ വരുത്തി തീർത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാചകത്തിന്റെ ഒരു അർത്ഥം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. അപ്പോൾ അത് പറയണം, ആ ഒരു ശത്രുത അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് അവിടെ പൊക്കി വെക്കേണ്ടത്? ഈ ജാതിയാണ്. അപ്പൊ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ, അതിന്റെ പേരുള്ള പെരുപ്പിച്ച കഥകളും പറഞ്ഞു പറഞ്ഞ് ആളുകളുടെ ഉള്ളിൽ ഒരു വിരോധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയാണ്. ഈ ഇസ്ലാമിക് ഈ ഒരു പൊളിറ്റിക്കൽ ടൂൾ, അതല്ലെങ്കിൽ അവരുടെ ആ സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് നിന്നുകൊടുക്കുന്ന, അതിന്റെ ആ ഒരു കൃത്യമായ നടത്തിപ്പുകാരനായിട്ട് മാറുന്ന റോളിലേക്ക് ഇന്നിവിടുത്തെ പ്രതിപക്ഷ നേതാവ് മാറുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മളെല്ലാം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെയാണ്. ആ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞ് ഇതുപോലെ മൃതപ്രായനായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ്. അതിനെ നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ വായിൽ നിന്നും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈനികരെ അവഹേളിക്കുന്നതിലേക്കും, രാജ്യത്തെ മൊത്തത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുന്നതിലേക്കും, തീവ്രവാദ രാഷ്ട്രങ്ങൾക്ക് അവരുടെ നിലപാടുകൾക്ക് കണ്ടില്ലേ അങ്ങ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പോലും മോദിയെ തള്ളി പറയുന്നു എന്ന രീതിയിൽ പാകിസ്ഥാനിലെ മന്ത്രിമാരൊക്കെ ഇരുന്നിട്ട് വീമ്പ് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കുമ്പോൾ സത്യത്തിൽ ഇത് എന്ത് സന്ദേശമാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്? അമ്മയുടെ വയറ്റിൽ കിടന്നപ്പ ബുദ്ധി വേണോ തടി വേണോ എന്ന് ദൈവം ലാസറേട്ടനോട് ചോദിച്ചു കാണും. അപ്പൊ ലാസറേട്ടൻ പറഞ്ഞു കാണും എനിക്ക് തടി മതിയെന്ന്. അതാണല്ല ഇങ്ങനെയൊക്കെ പറയണത്. ഇവിടെ ഒരു പ്രതിപക്ഷം വേണം, പ്രതിപക്ഷ നേതാവും വേണം. അങ്ങനെ ഒരു റോളിൽ ഇരിക്കുന്ന ആള് കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിലകൊള്ളേണ്ട ഒരു കാലഘട്ടത്തിൽ തീർത്തും നിരുത്തരവാദപരമായ രീതിയിൽ നിലകൊള്ളുക മാത്രമല്ല, വായിൽ നിന്നും വരുന്ന വാക്കുകളും അതുപോലെയുള്ള പ്രവൃത്തികളും ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. നിങ്ങൾ എടുക്കേണ്ട പണി നിങ്ങൾ എടുക്കാതിരുന്നിട്ട് ഇവിടെ വലതുപക്ഷ ശാക്തീകരണം നടന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്രമാത്രം ഒരു ജീർണിച്ച അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ തിരിച്ചറിയാൻ. കാര്യം നമ്മളൊക്കെ തനി പാവങ്ങളാണ് എന്ന് വെച്ച് ഒരിക്കലെങ്കിലും രാജവെമ്പാലി ആയില്ലെങ്കിൽ ഈ നാടും രക്ഷപ്പെടില്ല, നമ്മളും രക്ഷപ്പെടില്ല. ഉണർന്നു വരണം, ഇത് ഉയർന്നു വരണം, മാറണം എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തുക. ഈ കുടുംബവാഴ്ചയൊക്കെ തള്ളി പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്നിപ്പോ കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ, ശശി തരൂരൊക്കെ അത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചറിവാണ് അതിന്റെ കാരണം. ഈ തിരിച്ചറിവ് ഓരോ പൗരനും ഉണ്ടാവേണ്ടതാണെന്നാണ് ഞാൻ പറയാം.
നിങ്ങൾ അവിടെയുള്ള തീവ്രവാദികളെ തള്ളി പറയാതിരിക്കുക, അവിടെ അവര് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഏറ്റുപിടിക്കുക. അത് നമ്മളുടെ ഇവിടെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വരുത്തുക. ഒരു പ്രത്യേക ജീവിതമല്ലേ. പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രമാത്രം അതപ്പതിച്ച ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടുനടക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. എന്തിനിടയിൽ കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ. ഇത്രയും നാള് ഇവിടെ ഭരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവികളെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കെട്ടുകഥകളും ഇതുപോലെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പോലുമുള്ള ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അതപ്പതിച്ചിട്ടുണ്ട്. ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വോട്ട് ബാങ്ക് കളിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആരുടെ വോട്ടിന് വേണ്ടിയാണ് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടുന്നത്? ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. ഹിന്ദു ഭീകരത എന്ന് പറയാൻ ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. ഇതായിപ്പോ ഇവിടുത്തെ ഒരു ഏർപ്പാട്. അപ്പൊ ഹിന്ദു ഭീകരരുടെ പ്രശ്നം, അതിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ഉണ്ടാകാത്ത എന്ത് വർഗീയ ലഹളയാണ് അവിടെ കാശ്മീരിൽ പഹൽഗാമിൽ മുസ്ലിം ഭീകരരുടെ അറ്റാക്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭീകരത? പിടിവിട്, ഞാൻ പറയട്ടെ. ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി? ഇന്ത്യയുടെ ബഹുസ്വരതയും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അഹോരാത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് അത് അദ്ദേഹം എന്തോ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പാർട്ടികൾ, അതായത് രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന ആരോപണങ്ങളാണത്. ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കാവലാളാണ്. ശശി തരൂർ പറഞ്ഞ പോയിന്റാണ് ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നത്. അതായത് ഈ ഫാമിലി ആ ഒരു ലീനിയേജ് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങൾക്കും അതൊരു കവറായിട്ട് മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ ഇവിടെ റജീം പറയുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഒരു സംഗതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാതെ നടക്കുന്നത്? ഇതാണ് എന്റെ സംശയം. കാരണം ഇങ്ങനെ ഈ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ ഇങ്ങനെ പോയി ഇത് ഈ ഫാമിലിയിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു വലിയ പ്രശ്നം ഇത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കല്യാണം കഴിക്കാതെ നടക്കുന്നതിന്റെ കാരണം ഒരു കുട്ടി ഉണ്ടാകാതെ നോക്കുക എന്നതായിരിക്കണമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരം ചെയ്താലും, നിങ്ങളുടെ മുത്തച്ഛൻ ഇനി വലിയ IAS ഓഫീസർ ആയാലും ശരി, വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആണെങ്കിലും ശരി, നിങ്ങൾ പറയുന്ന മണ്ടത്തരം അത് മണ്ടത്തരം തന്നെയാണ്. അത് മണ്ടത്തരം പറഞ്ഞതിനെ വെളുപ്പിക്കാനുള്ള ഒരു സംഭവമേ അല്ല. ഈ പറയുന്നത് നിങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ളത് ശരി, വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുന്നു, വളച്ചൊടിച്ചതാണ്. പക്ഷെ പഹൽഗാം അറ്റാക്ക് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അത് ഇസ്ലാമിക ഭീകരവാദികളാണ് അത് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ അവിടെ എന്താണ് ഈ പറയുന്നത്? അവിടെ വളച്ചൊടിക്കൽ വരുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഇസ്ലാമിക ഭീകരവാദ ആണ് എന്ന് പറയാൻ പറ്റാത്ത? ഞങ്ങളങ്ങനെ മണ്ടന്മാരാക്കല്ലേ. അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുമ്പോൾ അത് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്, പറയിപ്പിക്കുന്നതല്ല, ചിന്തിപ്പിക്കുന്നത് എന്താണ്? ഇതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് സത്യത്തിൽ ഒരു പ്രീണനം തന്നെയല്ലേ? ഇത് എന്തിനും ഏതിലും ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഈ നിങ്ങൾ ലിസ്റ്റ് എടുക്കും, അതിനകത്ത് എത്ര ദളിതരുണ്ട്, എത്ര ബ്രാഹ്മണനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതിനൊന്നും ഇല്ലേ. അടിസ്ഥാനപരമായിട്ട് ഒരു പ്രശ്നം, ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം നമുക്ക് ഈ പറയുന്ന ബാങ്കിൽ ജോലി എടുക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ജോലി എടുക്കില്ല. എന്നാൽ കള്ളു കുടിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ളതുപോലെ ബാങ്കിൽ ജോലി എടുക്കുന്ന മുസ്ലിങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? അവർ ആ മതത്തെ മാറ്റി വെച്ചിട്ട് ജോലിക്ക് പോയതുകൊണ്ടാണ്. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? നിങ്ങളൊരു ഡിസ്പാരിറ്റി കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം നിങ്ങൾക്കുണ്ട്. അതാദ്യം നിങ്ങൾ മാറ്റൂ. ഡിസ്പാരിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ. അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ റീച്ച്, അവരുടെ എക്സ്പോഷർ, ഇതെല്ലാം അതിനകത്ത് ഘടകങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ഈ പറയുന്ന ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു, അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഒരുപാട് കണ്ടതാ ജെനി. നീ പുതിയ നമ്പർ ഉണ്ടെങ്കിൽ ഇറക്ക്. സത്യം ജനങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിച്ചതെന്നും മണിപ്പൂർ വിഷയത്തിൽ ഇല്ലാത്ത കഥ പച്ചക്കള്ളം പോലെ പ്രചരിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യമൊക്കെ ജനങ്ങൾ അറിയട്ടെ.
ഈ മണിപ്പൂർ വിഷയത്തിൽ ഇവർ മനഃപൂർവ്വം വളച്ചൊടിച്ച പോലെ തന്നെ മനഃപൂർവ്വം വളച്ചൊടിച്ച മറ്റൊരു വിഷയമുണ്ട്. അത് ഇവിടുത്തെ പൗരത്വ ഭേദഗതി വിഷയമാണ്. സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. അതായത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുസ്ലിങ്ങളെ പുറത്താക്കും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഇവിടെ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. ഇവിടെ ഏതെങ്കിലും മുസ്ലിമിനെ ഇവിടുന്ന് പുറത്താക്കിയോ? ഞാൻ ഒരു മുസ്ലിമായിട്ട് ജനിച്ച ആളാണ്. ഇവിടെ നമ്മളെ വീട്ടിൽ നിന്നോ നമ്മുടെ കുടുംബത്തിലോ എനിക്ക് അറിയുന്ന ആളുകൾ ഇവിടെ പല രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. ഒരാളെയും ഇവിടെ പുറത്താക്കിയതിന് ഒരു തെളിവ് പോലും ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നത്? ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ എന്തിനാണ് ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ പ്രേരിപ്പിച്ചതും? അതിന്റെ പേരിലുള്ള ആ ഒരു അന്തരീക്ഷത്തെ മുതലെടുക്കാനുള്ള അവസരം BJP ഇട്ടുകൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് നിങ്ങൾ കടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. ഇനി അതേപോലെ നിങ്ങൾ ചെയ്ത മറ്റൊരു വിഷയം, സത്യത്തിൽ ഇവിടെ പ്രശ്നമാകുന്ന ഒരു വിഷയമാണ് ഈ PM ശ്രീ പദ്ധതി. അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് മാത്രം ഇന്ന് അവർക്ക് അതിൽ സത്യം പറയേണ്ടി വന്നു. കാരണം എന്താണ്, അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദുത്വവൽക്കരണമൊന്നും അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ഇല്ല. ഇവിടുത്തെ സ്റ്റേറ്റിനനുസരിച്ചിട്ട് അതിന്റെ ഫ്ലേവർ ഇതിനകത്ത് ചേർക്കാമെന്ന് പച്ചയ്ക്ക് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഭീതി വ്യാപാരം അതിനകത്ത് നടക്കാതെ പോയി, പ്രത്യേകിച്ച് കാശിന്റെ ആവശ്യമുള്ളതുകൊണ്ട്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും ഇതേപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഇവൻ മഹാ തെണ്ടി തന്നെ. നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ? മണിപ്പൂർ വിഷയത്തിൽ എന്താണ് വർഗീയത എന്ന് നിങ്ങൾ എന്തിനാ പറയാതിരിക്കുന്നത്? അതുപോലെ ഈ പഹൽഗാം വിഷയത്തിലുള്ള യാഥാർത്ഥ്യം അത് ഇസ്ലാമിക ഭീകരതയാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നത് എന്തിനാണ്? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ